നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഇവിടെ ഇപ്പൊ നടന്നൊന്നും വീട്ടിൽ ആരോടും പറയാൻ നിൽക്കണ്ട. വന്ദന കുറുപ്പിന്റെ വീട്ടിൽ സന്തോഷമായിട്ടാ കഴിയുന്നതെന്ന് എല്ലാരും കരുതിക്കോട്ടെ. വാ, കേറ്. വന്ദന, സോറി. ആരൊക്കെ അവഗണിച്ചാലും കുത്തുവാക്കുകൾ പറഞ്ഞാലും വന്ദന എന്താണെന്ന് എനിക്കറിയാം. വേണ്ട, ഞാൻ നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്നോട് ഇങ്ങനെയൊക്കെ? വലിയ സ്വത്തും പണമൊന്നും ഇല്ലെങ്കിലും ആ വാടക വീട്ടിൽ സമാധാനത്തോടെ ജീവിച്ചതാ ഞാനും എന്റെ ദീമോളും. ആ സ്വസ്ഥതയും സമാധാനവും ഇല്ലാതാക്കിയത് നിങ്ങൾ ഒറ്റൊരുത്തന. നിങ്ങളെ കണ്ട നിമിഷം മുതൽ തുടങ്ങിയതാ എന്റെ കഷ്ടകാലം. വന്ദനെ, അച്ഛൻ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, എനിക്കറിയാം വന്ദനെ. വേണ്ട, അച്ഛനെ അമ്മയെ ആക്ഷേപിക്കാനുള്ള അവകാശമൊന്നും ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല. പല പ്രാവശ്യം ഞാൻ ജഗനോട് പറഞ്ഞിട്ടുള്ളതാ, ആ പാവങ്ങളെ ഇനി ആക്ഷേപിച്ച ഞാൻ പ്രതികരിക്കുമെന്ന്. ദേ, ഇപ്പൊ കണ്ടതും കേട്ടതൊന്നും ആയിരിക്കില്ല എന്റെ പ്രതികരണം. മാധവൻ നായരുടെ മക്കൾ ആരുടെയും കുടുംബം തകർക്കാനും ആരെയും വളച്ചെടുക്കാനൊന്നും നടന്നിട്ടില്ല. ഈ പറയുന്ന മഹാനായ കുറുപ്പിന്റെ മകനാ ഒരു പെണ്ണിനെ ബോധം കെടുത്തി താലി കെട്ടിയത്. എന്നിട്ട് കുറ്റം എന്റെ അച്ഛനും അമ്മയ്ക്കും. അവരുടെ വളർത്തുദോഷം കൊണ്ടാണത്രേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. കുറച്ച് പണം കുറവുണ്ടെന്ന് വെച്ച് അന്തസ്സും അഭിമാനവും ആണത്തവും എന്റെ അച്ഛൻ ആരുടെ മുന്നിലും പണയം വെച്ചിട്ടില്ല. സ്വന്തം ഭാര്യയുടെ മുന്നിൽ വെച്ച് അപമാനിക്കപ്പെട്ടിട്ടും ആ മനുഷ്യൻ ഒന്നും മിണ്ടാതെ പോയിട്ടുണ്ടെങ്കിൽ അത് എന്നെ ഓർത്ത് മാത്രം. സ്വന്തം മോളെ ഈ ഗതിയിലാക്കിയ ജഗനെ എന്റെ അച്ഛനൊന്നും മനസ്സുരുക്കി ശപിച്ചാലുണ്ടല്ലോ, ശേഷിച്ച കാലം കിടക്കയിൽ കിടന്ന് ജീവച്ചവം പോലെ നരകിക്കേണ്ടി വരും. എന്റെ അച്ഛൻ നിന്റെ അച്ഛനെ അമ്മയെ ആക്ഷേപിച്ചത് തെറ്റ് തന്നെയാ. അതിനെ ആ രീതിയിൽ തിരിച്ചു പ്രതികരിക്കാതിരുന്നത് വന്ദനയുടെ അച്ഛന്റെ മാന്യത കൊണ്ട് തന്നെയാ. പിന്നെ നിന്റെ അച്ഛന്റെ ശാപം കിട്ടിയ ഞാൻ ശേഷിച്ച കാലം ജീവശവം പോലെ കട്ടിലേക്ക് കിടന്ന് അറിയിക്കുമെന്ന് നീ ഇപ്പൊ പറഞ്ഞില്ലേ? അതിനു വേണ്ടിയുള്ള പാപമൊന്നും ജഗൻ ചെയ്തിട്ടില്ല. ഒളിച്ചടങ്കിലും ഞാനൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടിയിട്ടുണ്ടെങ്കിൽ അത് അന്തസ്സായിട്ട് വിളിച്ചു പറഞ്ഞ് അവളെ കൂടെ കൂട്ടിയിട്ടുണ്ട്. അത് മാത്രം വന്ദന ചിന്തിച്ചാൽ മതി. നാടറിയേ, നാട്ടുകാരറിയേ, നീ പ്രാർത്ഥിക്കുന്ന ദേവിയുടെ മുമ്പിൽ വെച്ച് വിളംബരം ചെയ്ത് താലി കെട്ടണമെന്ന് തന്നെയായിരുന്നു എന്റെ ആഗ്രഹം. അത് നടന്നില്ല. ചെയ്തുപോയ തെറ്റിന് പലവട്ടം ഞാൻ മാപ്പ് പറഞ്ഞു. ക്ഷമിക്കുന്നതൊക്കെ വന്ദനയുടെ ഇഷ്ടം. ജഗനൊരു നിഴലായിട്ട് നിന്റെ ഒപ്പം എന്നും കാണും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.